ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടൈം കളയണ്ട. ആരും വേറെ ജോയിൻ ചെയ്യില്ല, നിങ്ങൾ എല്ലാവരും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആന്റി കോളിനർജിക്സ് നമുക്ക് നോക്കാം. സോ നമ്മുടെ അസറ്റിൽ കോളിന്റെ അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ ആക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആരാ? ആന്റി കോളിനർജിക്സ്. ഓക്കെ, അതായത് അസറ്റിൽ കോളിന്റെ മസ്കാരഡിക് ആക്ഷൻ, അസറ്റിൽ കോളിന്റെ മസ്കാരഡിക് ആക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആന്റി കോളിനർജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോളിനർജിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റിൽ കോളിന്റെ മസ്കാരഡിക് ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ആന്റി കോളിനർജിക് എന്ന് പറഞ്ഞാലോ മസ്കാരഡിക് ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, then classification. അതിൻ്റെ അകത്ത് നാച്ചുറൽ ആൽക്കലോയിഡ് ആയിട്ട് അട്രോപ്പിൻ ആൻഡ് ഹയോസിൻ അല്ലെങ്കിൽ സ്കോപ്പോലമൈൻ ഉണ്ട്. ദെൻ സെമി സിന്തറ്റിക് ആയിട്ട് ഹോമോട്രോപ്പൈൻ, സിന്തറ്റിക് ആയിട്ട് മിഡ്രിയാട്രിക് ആയിട്ടുള്ള ട്രോപ്പിക്കമൈഡ്, ദെൻ ആന്റി സെക്രീറ്ററി ആയിട്ടുള്ള ആന്റി സ്പാസ്മോഡിക് ആയിട്ടുള്ള ആരാണ്? പ്രൊപ്പാന്തലീൻ, ഡൈസൈക്ലോമിൻ. ഡൈസൈക്ലോമിൻ അറിയില്ലേ, നമ്മുടെ സൈക്ലോപാമിൻ ഒക്കെ ഉള്ള ഏജന്റ്. ദെൻ ആന്റി പാർക്കിൻസോണിക് ഏജന്റ് വിപ്പറിഡിൻ ആൻഡ് ബെൻസ്ട്രോപ്പിൻ. ഇത്രയും ഏജൻസ് ആണ് നമ്മുടെ ആന്റി കോളിനർജിക് ഡ്രഗ്സിന്റെ അകത്ത് വരുന്നത്. അപ്പം ആന്റി കോളിനർജിക് എന്ന് കേൾക്കുമ്പോഴേ അട്രോപ്പിൻ മനസ്സിൽ വരണം നമുക്ക്. സോ ആന്റി മസ്കാരനിക് ഏജന്റ് ആണ്. മസ്കാരനിക് ആക്ഷൻ ഓഫ് അസറ്റിൽകോളിനെ ആന്റോഗണൈസ് ചെയ്യുന്നു. ദെൻ നിക്കോട്ടിനിക് ആന്റഗോണിസ്റ്റ് ബ്ലോക്ക് സർട്ടൻ ആക്ഷൻസ് ഓഫ് അസറ്റിൽകോളിൻ. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ നാച്ചുറൽ ആൽക്കലോയിഡ്. നാച്ചുറൽ ആൽക്കലോയിഡിനകത്ത് ആരാണ് വരുന്നത്? അട്രോപ്പിൻ ആൻഡ് സ്കോപ്പോലമൈൻ. നെക്സ്റ്റ് ഈസ് സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ഈസ് ഹോമാട്രോപ്പിൻ. ഹോം അട്രോപ്പിൻ, അങ്ങനെ ആലോചിക്കുന്നത്. ഹോം അട്രോപ്പിൻ ആണ് സെമി സിന്തറ്റിക്. നെക്സ്റ്റ് ഈസ് സിന്തറ്റിക് ആണ് മിഡ്രിയാട്രിക്സ്. മിഡ്രിയാട്രിക്സിനകത്ത് വരുന്നതാണ് ട്രോപ്പിക്കമൈഡ്, ആന്റി സെക്രട്ടറി, ആന്റി സ്പാസ്മോഡിക്. ആന്റി സ്പാസ്മോഡിക് അല്ലേ പീരിയഡ്സിന്റെ ഒക്കെ പെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ? എന്താ? Cyclopam, which contain dicyclopam. So next is anti-Parkinsonic bipiridine and benztropine. Okay, മനസ്സിലായല്ലോ? ഇത് അട്രോപ്പിൻ തന്നെ നോക്കാം. അട്രോപ്പിൻ എന്താണ്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫാമിലി ഓഫ് സൊളനേസിയേ. So used as methobromide, methonitrate, methosulfate. സെൻട്രൽ ആക്ഷനും പെരിഫറൽ ആക്ഷനും ഉണ്ട്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ CNS ഡിപ്രസ് ചെയ്യാനുമുള്ള എബിലിറ്റി ഉള്ള ആളാണ് ആര്? അട്രോപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് is usually given orally. Atropine sulfate is given parenterally also. Okay, സോ ആന്റികോളിനർജിക് ഏജൻസിനകത്ത് അട്രോപ്പിക് ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് പഠിക്കണം. എന്താണ് അവരുടെ ആക്ഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ, കൂടുതലായിട്ടൊന്നും അതിനകത്ത് പഠിക്കാനില്ല. നെക്സ്റ്റ് ആന്റി ഫംഗൽസ് നോക്കാം. ഓക്കെ, ആന്റി ഫംഗൽസ് നോക്കാം നമുക്ക്. ആന്റി ഫംഗൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി ഇതിനകത്ത് പഠിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാർമക്കോളജിനകത്ത്. ആന്റി ഫംഗൽ ഡ്രഗ്സ് എന്താണ്? ദീസ് ആർ ഏജന്റ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ഇൻഫെക്ഷൻസ് ഓഫ് ദ ഹെയർ, മ്യൂക്കസ് മെംബ്രൈൻ, നെയിൽസ്, സ്കിൻ. ഫംഗസ് അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാൻഡിഡ സ്പീഷീസിലുള്ള
എപ്പിഡെർമോഫൈറ്റോൺ മൈക്രോസ്പോറം സ്പീഷീസിലുള്ള ആൾക്കാർ അഫക്ട് ചെയ്യുന്ന ഡിസീസ് എല്ലാം നമ്മൾ എന്താ വിളിക്കുന്നത്? ഓൾ ദീസ് ആർ കോൾഡ് ആസ് ആന്റി ഫംഗൽ ഡിസീസസ്. അതിന് അഗെയിൻസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ആന്റി ഫംഗൽ ഡ്രഗ്സ്. ക്ലാസിഫിക്കേഷൻ നോക്കാം. ഏറ്റവും ആദ്യം ആന്റി ബാക്ടീരിയൽ ആന്റിബയോട്ടിക് ആരൊക്കെ വരും? ഗ്രിസിയോഫുൾവിൻ. പിന്നെ പോളിൻ ആന്റിബയോട്ടിക് ആയിട്ടുള്ള ആംഫോടെറിസിൻ ബി, നൈസ്റ്റാറ്റിൻ, ഹാമൈസിൻ. ഓക്കെ, അപ്പം ആന്റിബയോട്ടിക്കിനകത്ത് ആന്റി ബാക്ടീരിയൽ ആന്റിബയോട്ടിക് ഉണ്ട്. ഓക്കെ, അപ്പം ആന്റി ബാക്ടീരിയൽ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? എഗെയിൻസ്റ്റ് ബാക്ടീരിയ. അപ്പൊ ഫംഗസിന് വേണ്ടിയിട്ടുള്ള ഡ്രഗിന്റെ അകത്ത് ബാക്ടീരിയയുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തും ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഗ്രിസിയോഫുൾവിൻ. Next is polyene antibiotic. Polyene antibiotic example ആണ് amphotericin B, nystatin, hamycin. Okay, ഇനി synthetic drug ആണ് മിക്കനസോള്, ഫ്ലുക്കനസോള്, കീറ്റോകനസോള്, ക്ലോട്രിമസോള്, ടോൾനാപ്റ്റേറ്റ്. ഓക്കെ, സോ പോളീൻ ആണ് amphotericin B, നാറ്റാമൈസിൻ, ഹാമൈസിൻ, നൈസ്റ്റാറ്റിൻ. ഒക്കെ സിന്തറ്റിക് ആണ് മിക്കനസോള്, ഫ്ലുക്കനസോള്, കീറ്റോകനസോള്, ക്ലോട്രിമസോള്, ടോൾനാപ്റ്റേറ്റ്. ഇനി ഡൈത്താൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഉൻഡിസിക്നോയിക് ആസിഡ് UNDECENOIC. അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇറ്റ് ഈസ് അണ്ടർ ആന്റി ഫംഗൽ സിന്തറ്റിക് ഡ്രഗിന് അണ്ടറിൽ വരുന്നതാണ്. ദെൻ ബെൻസോയിക് ആസിഡ് ആൻഡ് സാലിസിലിക് ആസിഡ്. ആംഫോടെറിസിൻ ബി എന്താണ്? ഒരു പോളിഈൻ ആന്റി ഫംഗൽ ആന്റിബയോട്ടിക് ആണ്. ഗ്രിസിയോഫുൾവിൻ എന്താണ്? ആന്റി ബാക്ടീരിയൽ ആന്റിബയോട്ടിക് ആണ്. ഓക്കെ, സോ പോളിഈൻ antifungal antibiotic produced by the growth of certain Streptomyces nodosus. അപ്പം Streptomyces nodosus എന്ന് പറയുന്ന സ്പീഷീസിന്റെ ഗ്രോത്ത് തടയാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? amphotericin B produces. It's a polyene antifungal antibiotic which is produced by the growth of certain strains of Streptomyces nodosus. അപ്പം ആ ഒരു എന്താ പറയാ സോഴ്സ് പഠിക്കണം. amphotericin B, Streptomyces nodosus. പ്രോപ്പർട്ടി എന്താ? amphotericin B ഒരു യെല്ലോ ഓറഞ്ച് പൗഡർ ആണ്. അപ്പൊ മനസ്സിൽ amphotericin B എന്ന് പറയുന്നത് മഞ്ഞ കളറിലുള്ള ഒരു പൗഡർ ആയിട്ട് മനസ്സിൽ കാണുക. അതേപോലെ ഹാലോപിഡോളിന്റെ കളർ എന്തായിരുന്നു? യെല്ലോ അമോർഫസ് പൗഡർ. ഇത് യെല്ലോ ഓറഞ്ച് പൗഡർ. ഓക്കെ, ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, അതേപോലെ soluble in propylene glycol. So amphotericin B water insoluble ആണ്, propylene glycol അത് soluble ആണ്. സീരിയസ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിന് IV ലൈനിൽ ഉപയോഗിക്കുന്നതാണ്. സോ പോളിയിനകത്ത് ആംഫോടെറിസിൻ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? amphotericin B is used in IV. Applied topically or taken by mouth for treatment of local candidiasis. Brand name is Fungizone. Okay, brand name is Fungizone. Next is a nystatin. Nystatin is an antifungal substance produced by the strains of Streptomyces gnausi. Okay, produced by the strains of Streptomyces gnausi. Yellow to ഒരു ലൈറ്റ് ബ്രൗൺ പൗഡർ ആണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്, ആന്റി ഫംഗൽ ആണ്, സ്കിൻ, മ്യൂക്കസ് മെംബ്രൈൻ, മൗത്തിന്റെ ഒക്കെ എന്താണ് കാൻഡിയാസിന് ട്രീറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ്. Then nystatin can be available in tablet, powder, oral suspension, cream, eye drop, ointment, lotion ആയിട്ടൊക്കെ നമുക്ക് ഇവനെ അവൈലബിൾ ആണ്. സോ nystatin, amphotericin, hamycin ഇതെല്ലാം പോളിയീൻ ആന്റിബയോട്ടിക് അല്ലേ? സോ nystatin നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? Streptomyces gnausi. amphotericin B, Streptomyces nodosus. തിരിഞ്ഞു പോലെ അവിടെയും എന്നാണ് സ്റ്റാർട്ടിങ്. ദെൻ ഹാമൈസിനും എന്താണ്? പോളിയീൻ ആണ്, Streptomyces fimbrina. ഈ സോഴ്സ് പഠിക്കണം. Streptomyces fimbrina യെല്ലോ അമോർഫസ് പൗഡർ ആണ്, ഇൻസോലബിൾ ഇൻ വാട്ടർ ആൻഡ് ആന്റി ഫംഗൽ. അപ്പൊ ഒരു ക്ലൂ മനസ്സിലാലോചിക്കുക. പോളിയീൻ ആന്റിബയോട്ടിക്സ് എല്ലാം ഒരു യെല്ലോ കളർ എടുത്താണ് വരുന്നത്. എല്ലാം തന്നെയും വാട്ടറിൽ ഇൻസോലബിൾ ആണ്, എക്സെപ്റ്റ് നമ്മുടെ ഇവൻ
നൈസ്റ്റാറ്റിൻ, അതിന് കുറച്ചൊരു ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ഉണ്ട്. ബാക്കി രണ്ടും നൈസ്റ്റാറ്റിൻ അല്ലാത്ത രണ്ടുപേരും വാട്ടറിൽ ഇൻസോലബിൾ ആണ്. സോ വജൈനൽ ടാബ്ലറ്റ് ആയിട്ടും ഓയിൽമെന്റ് ആയിട്ടൊക്കെ ഹാമൈസിൻ കിട്ടും, അഡ്മിനിസ്റ്റേർഡ് ടോപ്പിക്കലി അല്ലെങ്കിൽ ഓറലി. നെക്സ്റ്റ് ഈസ് ഉണ്ടിസിനോയിക് ആസിഡ്, ഫംഗിസ്റ്റാറ്റിക് ആണ്. അത് പ്രധാനമായിട്ടും ടോപ്പിക്കലി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോപ്പറും സിങ്കും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യും. കോപ്പറും സിങ്കും ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടിസൈക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഉണ്ടിസിനോയിക് ആസിഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഒരു ആന്റി ഫംഗൽ ഫാറ്റി ആസിഡ് ആണ്. ഇതും യെല്ലോ ലിക്വിഡ് ആണ് കേട്ടോ. സോ ആസിഡ് ഇസ് എ ലിക്വിഡ് എന്ന് ആലോചിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് ഓൾസോ എ ലിക്വിഡ്. ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ട്, കളർലെസ് അല്ലെങ്കിൽ പെയിൽ യെല്ലോ ലിക്വിഡ് ആണ്. യൂസ്ഡ് ആസ് ടോപ്പിക്കൽ ഫംഗിസൈഡൽ, ഡെർമാറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻസിന് യൂസ് ചെയ്യുന്നു. ദെൻ കോമ്പൗണ്ട് ഉണ്ടി സൈറിനിക് ആസിഡ് ഓയിൽമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ സിംഗിൾ ഉണ്ടി സിനോവേറ്റ് ഡസ്റ്റിംഗ് പൗഡർ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് ടോൾ നാഫ്റ്റേറ്റ്, എസ്റ്റർ ഓഫ് ബീറ്റാ നാഫ്റ്റോൾ, വൈറ്റ് ക്രീമി പൗഡർ, insoluble in water. Then antifungal agent ആണ്. Treatment of ringworm infection and in candidiasis, tolnaftate solution, powder, aerosol, cream, gel ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. എല്ലാം ഒരു യെല്ലോ ക്രിസ്റ്റലൈൻ പൗഡർ ആണെന്നുള്ളത് ആലോചിച്ചാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ്. ഇനി അതും കൂടെ ഉള്ളോ നോക്കട്ടെ. ആന്റിസെപ്റ്റിക് എടുത്തു, സൾഫണമൈഡ് എടുത്തു, ആന്റി ലെപ്രോട്ടിക്, ആന്റി ട്യൂബർക്കുലർ എടുത്തില്ലല്ലോ. ആന്റി ട്യൂബർക്കുലർ, ആന്റിബയോട്ടിക് എടുത്തിട്ടില്ല. ആന്റി ഫംഗൽ എടുത്തു, ആന്റി മലേറിയൽ എടുത്തു, ദെൻ ട്രാങ്കുലൈസർ. ആന്റി ഡിപ്രസന്റ് എടുത്തില്ലല്ലോ മക്കളെ. ഇല്ല. സോ നെക്സ്റ്റ് നമുക്ക് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജന്റ് നോക്കാം. ഇത്രയൊക്കെ തന്നെ ചോദിക്കുള്ളൂ. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ നോക്കേണ്ടത്. ഓക്കെ, സോ ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസറിന് അഗെയിൻസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ആണ് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ്. മെയിൻലി മാലിഗ്നന്റ് ഡിസീസസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ, ഇപ്പം ബ്രസ്റ്റിനൊക്കെ ഒരു ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബ്രസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്ത് കളയും അല്ലെ. സോ അത് തന്നെയാണ് ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ് നമ്മൾ ചെയ്യുന്നത്. ഓൾസോ സൈറ്റോടോക്സിക് ഏജൻസ് യൂസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മാലിഗ്നന്റ് ഡിസീസസ് വെൻ സർജറി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ഈസ് നോട്ട് പോസിബിൾ. പൊതുവെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പോസിബിൾ ആണ്. സർജറി ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഭാഗം എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് എന്തെടുത്ത് മാറ്റാം? ഒരു റേഡിയേഷൻ ആ ഒരു ഭാഗത്തേക്ക് കൊടുത്ത് അവിടുത്തെ സെൽസിനെ കരിച്ചു കളയാനായിട്ട് പറ്റും. അത് രണ്ടും പോസിബിൾ അല്ലാത്ത കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് അപ്ലൈയിങ് കീമോതെറാപ്പി ടു ദ പേഷ്യന്റ്. ഓക്കെ, സോ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ഇൻ ലുക്കീമിയ എന്താണ്? ആന്റി നിയോപ്ലാസ്റ്റിക്. ബ്ലഡ് സെൽസിനെ അഫക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ആദ്യത്തെ എന്താണ്? ആൽക്കൈലേറ്റിംഗ് ഏജന്റ്, നൈട്രജൻ മസ്റ്റാർഡ്, സൈക്ലോഫോസ്ഫമൈഡ്, മെൽഫാലൻ, ഈതൈൽ ഇനിമൈനിന്റെ എക്സാമ്പിൾസ് ഏതാണ്? തയോടീപ്പ. ആൽക്കൈൽ സൾഫോണേറ്റിന്റെ എക്സാമ്പിൾസ് ഏതാണ്? ബുസുൾഫാൻ. നൈട്രസോ യൂറിയാസിന് എക്സാമ്പിൾ ആണ് കാർമസ്റ്റിൻ, ലോമസ്റ്റിൻ എന്നൊക്കെ പറയുന്ന ഏജൻസ്. ഓക്കെ, ദെൻ ട്രയസീൻ ആണ് പ്രോകാർബസീൻ ആൻഡ് ഡക്കാർബസീൻ. ഓക്കെ, പ്രോകാർബസീൻ ആൻഡ്
ഡെക്കാർബസിൻ. പിന്നെ ആന്റി മെറ്റബോളൈറ്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് എന്താണ്? ആന്റി മെറ്റബോളൈറ്റ് പിരമിഡീൻ അനലോഗ് 5-fluorouracil cyclamen. ഇത് ഈ ആന്റി മെറ്റബോളൈറ്റ് കാറ്റഗറി ഒന്ന് ശ്രദ്ധിച്ച് വേണം, ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിരമിഡീൻ അനലോഗ് ആണ് ഏത്? 5-fluorouracil cyclamen. 5-fluorouracil ആൻഡ് cyclamen. Purine analog, mercaptopurine, azathioprine. Then folic acid analog ആണ് എന്ത്? methotrexate. Okay. സോ ആൽക്കലൈറ്റിംഗ് ഏജൻസും ഇത് നമുക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആൽക്കലൈറ്റിംഗ് ഏജൻസ് നൈട്രജൻ മസ്റ്റാർഡ്, ഇറ്റ് ഈസ് മെക്ലോറത്തമൈൻ, സൈക്ലോഫോസ്ഫമൈഡ് ആൻഡ് മെൽഫാലൻ. Then ethyl enimine, thiotepa, alkyl sulfonate, busulfan. Then nitrosourea, carmazine, lomazine. Triazine ആണ്, procarbazine ആണ്, decarbazine. Anti metabolite pyrimidine analog 5-fluorouracil and cyclamen. Purine analog mercaptopurine and azathioprine. Folic acid analog ആണ് methotrexate. Then Vinca alkaloids ആണ് vinblastine, vincrustate. Okay. Then cytotoxic and actinomycin, bleomycin, mitomycin എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആൾക്കാരാണ് cytotoxic. Then hormone and hormone antagonist, ethyl estradiol, tamoxifen, stilbestol, androgen. Then progesterone agents. ഇനി miscellaneous ആയിട്ടുള്ള agents ആണ് cisplatin, L-asparginase, paclitaxel, etoposide and hydroxyurea. ഇനി ആൽക്കലൈറ്റിംഗ് ഏജന്റ് എന്താ? ആൽക്കലൈറ്റിംഗ് ഏജന്റിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. ആൽക്കലൈറ്റിംഗ് ഏജന്റ്സിന്റെ എക്സാമ്പിൾസ്, നൈട്രജൻ മസ്റ്റാർഡിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. സൈക്ലോഫോസ്ഫമൈഡും മെൽഫാലനും അല്ലേ? ദെൻ അതേപോലെ ഉള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജന്റ് ക്ലോറാമ്ബ്യൂസിൻ. ആൽക്കൈലേറ്റിംഗ് ഏജന്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇവര് നമ്മുടെ ക്രോസ് ലിങ്കിങ് ചെയ്യുന്ന ഗുവാൻ ഉണ്ടല്ലോ, നമ്മുടെ DNA ബേസിക് ആയിട്ടുള്ള ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ആ ഒരു ഗുവാനിനെ അതെന്ത് ചെയ്യുന്നറിയോ? ആൽക്കൈലേറ്റ് ചെയ്ത് കളയും. ഓക്കെ. സോ ദേ ആക്ട് ബൈ ആൽക്കൈലേറ്റിംഗ് ആൻഡ് ക്രോസ് ലിങ്കിങ് ഗുവാനിൻ ആൻഡ് അതർ ബേസസ് ഇൻ DNA. അപ്പം സെൽ ഡിവിഷൻ തന്നെ സ്റ്റോപ്പ് ചെയ്ത് കളയും. ക്ലോറാമ്ബ്യൂസിൻ is the example. ക്ലോറാമ്ബ്യൂസിന്റെ പ്രത്യേകത എന്താണ്? White crystalline powder with a slight odor. Practically it is insoluble in water. Used in the treatment of chronic lymphocytic leukemia. Hodgkin disease ഉപയോഗിക്കാം. Hodgkin disease is a type of blood cancer. Hodgkin in the treatment of carcinoma of breast, ovary, testes. ഇനി cyclophosphamide അറിയോ? സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറയുന്നത് നൈട്രജൻ മസ്റ്റാർഡ് മോയിറ്റി ആണ്. എന്താണ് നമ്മൾ പറയുന്നത്? നൈട്രജൻ മസ്റ്റാർഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് സൈക്ലോഫോസ്ഫമൈഡ്. വൈഡ്ലി യൂസ്ഡ് ജനറലി ഇൻ കോമ്പിനേഷൻസ് വിത്ത് അതർ ഏജന്റ്. ഇമ്യൂണോസപ്രസന്റ് ആണ്. അതേപോലെ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസാതയോപ്രിൻ, സൈക്ലോഫോസ്ഫമൈഡ്. ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ നമ്മൾ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. സോ ദാറ്റ് സൈക്ലോഫോസ്ഫമൈഡ്, നൈട്രജൻ മസ്റ്റാർഡ് മോയിറ്റി മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് കീമോതെറാപ്പിക് ഏജന്റുമായിട്ട് കോമ്പിനേഷനിലാണ്. സോ നെക്സ്റ്റ് സൈക്ലോഫോസ്ഫമൈഡ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന്റെ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു ഏജന്റും കൂടിയാണ് എന്ത്? സൈക്ലോഫോസ്ഫമൈഡ് എന്ന് പറയുന്ന ഏജന്റ്. ഓക്കെ. ദെൻ അക്യൂട്ട് ലുക്കീമിയ, ലിംഫോമ, സാർക്കോമ, മൾട്ടിപ്പിൾ മൈലോമ, കാർസിനോമ ഓഫ് ബ്രസ്റ്റ്, സെർവിക്സ്, ചെസ്റ്റ്, ഓവറി. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ബുസുൾഫാൻ. സോ ബുസുൾഫാനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ആൽക്കൈൽ സൾഫോണേറ്റ് ആണ് ബുസുൾഫാൻ. ഓക്കെ. ആൽക്കൈൽ സൾഫോണേറ്റ് ആണ് ആര്? ബുസുൾഫാൻ.
So next is cyclophosphamide. ഓക്കെ, സോ നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഉപയോഗിക്കാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ IV ആയിട്ടും ഓറലിയും ഉപയോഗിക്കാൻ പറ്റുന്ന ഏജിനാണ് സൈക്ലോഫോസ്ഫമൈഡ്. ലുക്കീമിയ, ലിംഫോമ, സാർകോമ, മൾട്ടിപ്പിൾ മൈലോമ, ദെൻ ബ്രസ്റ്റ്, സർവിക്സ്, ചെസ്റ്റ്, ഓവറി, എവിടെ വേണമെങ്കിലും നമുക്ക് കാർസിനോമാസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏജന്റ് ആണ് സൈക്ലോഫ്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉപയോഗിക്കാം, അതേപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനും അസാത്തയോപ്പിനും ഉപയോഗിക്കാം, സൈക്ലോഫോസ്ഫമൈഡ് ഉപയോഗിക്കാം. അടുത്ത ബുസുൾഫാൻ. ബുസുൾഫാൻ എന്താ? ആൽക്കൈൽ സൾഫോണേറ്റ് ആണ് ബുസുൾഫാൻ. അപ്പൊ അവന്റെ പ്രത്യേകത എന്താ? സെലക്ടീവ് ഡിപ്രസന്റ് ആക്ഷൻ ഓൺ ദ ബോൺ മാരോ, പോളിസൈത്തീമിയ, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, ആന്റി മെറ്റബോളൈറ്റ് ആണ്, കമ്പോണന്റ് ഓഫ് DNA അല്ലെങ്കിൽ കോ എൻസൈംസ് ഇൻവോൾവ് ഇൻ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. ഓക്കെ, സോ ആന്റി മെറ്റബോളൈറ്റ് നമുക്ക് ഒരു എൻസൈം സിന്തസിസിനും അല്ലെങ്കിൽ DNA കമ്പോണന്റിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ ബേസിക് ലെയർ തന്നെ നമ്മൾ അത് നശിപ്പിച്ച് കളയും. They competitively inhibit the utilization of normal components and prevents metabolic process. Okay, so methotrexate എന്ന് പറയുന്നത് ചുരുടി ഡെറിവേറ്റീവ് ആണ്, സിന്തറ്റിക് അനലോഗ് ഓഫ് ഫോളിക് ആസിഡ്. Okay, synthetic analog of folic acid. Next is properties. Yellow, orange, brown crystalline powder. Practically they are insoluble in water. Methotrexate നമ്മൾ എന്താണ്? They are also insoluble in water. ഇനി properties നമ്മൾ orange, yellow crystalline powder ആണ്, insoluble ആണ്. ഇനി ഫോളിക് ആസിഡ് അന്തഗോണിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ നമ്മൾ. അപ്പൊ ഫോളിക് ആസിഡിന്റെ ലെവല് ബോഡിയിൽ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഫോളിക് ആസിഡിനെ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് മാറ്റും, പിന്നീട് അതിനെ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പിലാണ് ഇതിന്റെ അവിടെ ഫോളിക് ആസിഡിന്റെ ആവശ്യം വരുന്നത്. അപ്പം ഫോളിക് ആസിഡിന്റെ ഒരു എന്താ പറയാ, അവിടെ റിക്വയർമെന്റ് കുറയ്ക്കുക. ബോഡിയിലുള്ള ഫോളിക് ആസിഡ് ഡെഫിഷ്യന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫോളിക് ആസിഡ് എക്സ്റ്റേണൽ ആയിട്ട് ഈ പേഷ്യന്റിലേക്ക് എന്ത് ചെയ്യണം? സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആയിട്ട് മാറും. സോ മെത്തോട്രെക്സേറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ഫോളിക് ആസിഡിന് യൂട്ടിലിറ്റി ആവശ്യമുണ്ട്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ബ്രസ്റ്റ് ക്യാൻസർ, അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ, മൗത്തിൽ അല്ലെങ്കിൽ ഇൻജെക്ഷൻസ് വഴി നമുക്ക് മെത്തോട്രെക്സേറ്റ് സോഡിയം കൊടുക്കാം. ഈ സോഡിയം എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴേ അറിയാം കുറച്ചുകൂടെ സോളിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് മെത്തോട്രെക്സേറ്റ് സോഡിയം ആയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അടുത്തത് മെർകാപ്റ്റോപ്യൂരിൻ ആണ്. Mercaptopurine is a purine analog. Okay, nucleic acid component ആയിട്ട് structural related ആണ് adenine. Okay, so അതാണ് mercaptopurine. Structurally nucleic acid ലെ adenine വളരെയധികം similarity ഉണ്ട്. So after the intercellular conversion of mercaptopurine to active nucleotide, it interfere with nucleic acid synthesis. Officially അതൊരു monohydrate ആണ്. യെല്ലോ ക്രിസ്റ്റലൈൻ പൗഡർ പ്രാക്ടിക്കലി അത് വാട്ടറിൽ ഇൻസോൾബിൾ. മിക്കവാറുള്ള സാധനങ്ങളൊക്കെ യെല്ലോ പൗഡേഴ്സ് ആണ് നമ്മളിപ്പോ പഠിക്കുന്നത് അല്ലെ. എല്ലാം കൂടെ തിരിഞ്ഞു പോകും. ആന്റി ഫംഗലും ആന്റി നിയോപ്ലാസ്റ്റിക്കും മിക്കതും നമ്മൾ പറഞ്ഞത് യെല്ലോ ആണെന്ന് പറഞ്ഞു. ഒരാളെ നമ്മൾ വൈറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ആരായിരുന്നു അത്? വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ക്ലോറാൻഡ്യൂസിൽ. ക്ലോറാൻഡ്യൂസിൽ എന്തായിരുന്നു? വൈറ്റ് ക്രിസ്റ്റലൈൻ പൗഡർ ആയിരുന്നു. ബാക്കി എല്ലാം ഒരു യെല്ലോയിഷ് നേച്ചർ ഉള്ള പൗഡേഴ്സ് ആണ്. Okay, then adenine, after the intercellular conversion of mercaptopurine to active nucleotide, other nucleic acid synthesis interfere ചെയ്യുന്നു. Officially it monohydrate. Yellow crystalline powder ആണ്, water insoluble ആണ്. It can be given through mouth. ലുക്കീമിയയിൽ യൂസ് ചെയ്യാം, കാർസിനോമയിൽ മെത്തോട്രെക്സേറ്റിന്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മെർകാപ്റ്റോപ്യൂരിൻ യൂസ് ചെയ്യാം. Next is azathioprine. Azathioprine is the derivative of mercaptopurine. Okay, azathioprine mercaptopurine derivative ആണ്.
So azathioprine, it is a derivative of mercaptopurine. Mouth വഴിയോ IV ആയിട്ടോ നമുക്ക് കൊടുക്കാം by infusion of as azathioprine sodium. Okay, immunosuppressant organ transplantation കൊടുക്കാം, rheumatoid arthritis, renal disorders, chronic active hepatitis, skin disorders ഒക്കെ നമുക്ക് കൊടുക്കാം. So next is used in rheumatoid arthritis, renal disorders, chronic active hepatitis and skin disorders ആണ് പ്രധാനമായിട്ടും ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫ്ലൂറോയുറാസിൽ അല്ലെങ്കിൽ 5FU എന്ന് പറയും, പിരമിഡീൻ അനലോഗ് ആണ്. ഫ്ലൂറോയുറാസിൽ പിരമിഡീൻ. ഓക്കെ, സോ ആന്റി മെറ്റബോലൈറ്റ് ആണ്. നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് ഡിയോക്സി ന്യൂക്ലിയോടൈഡിനെ ഇന്റർഫിയർ ചെയ്തിട്ട് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിനെ സിന്തസിസിനെ ഇന്റർഫിയർ ചെയ്യുന്നു. ഒന്നെങ്കിൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോമ്പിനേഷനിലോ നമുക്ക് 5FU കൊടുക്കാം. ഇൻട്രാ ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ആയിട്ട് ഒന്നെങ്കിൽ ഓറലി അല്ലെങ്കിൽ മൗത്തിൽ കൂടെ കൊടുക്കാം. ഓൾസോ ടോപ്പിക്കലി ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് സോളാർ കെരാട്ടോസിസ് ആൻഡ് അതർ ട്യൂമേഴ്സ്, പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസിലും ഉപയോഗിക്കാം. നെക്സ്റ്റ് ഈസ് ആക്ടിനോമൈസിൻ ഡി, പോളിപെപ്റ്റൈഡ് ആന്റിബയോട്ടിക് ആണ്. സ്ട്രെപ്റ്റോമൈസിസ് സ്പീഷീസ് എന്നാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. ഹൈഗ്രോസ്കോപ്പിക്, സോല്യുബിൾ ഇൻ വാട്ടർ, സ്ലൈറ്റ്ലി അതായത് 10 degrees ഉള്ള വാട്ടറിനോട് പെട്ടെന്ന് സോലബിൾ ആവും. 37 degrees ഉള്ള വാട്ടറിനോട് ഒരു സ്ലൈറ്റ് ഇൻസോലബിലിറ്റി കാണിക്കുന്നുണ്ട്. ഹൈലി ടോക്സിക്. ആക്ടിനോമൈസിൻ ഡി എന്നൊക്കെ പറയുമ്പോഴേ ആലോചിക്കണം ഓൾ ദീസ് IV പ്രിപ്പറേഷൻസ്. ഓക്കെ, IV ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സാർക്കോമ സ്കിന്നിൽ വരുന്ന സോഫ്റ്റ് ടിഷ്യൂസിൽ വരുന്നതിനാണ് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡൗണോറുബിസിൻ, ഡോക്സോറുബിസിൻ, ഡൗണോറുബിസിൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ആന്ത്രാസൈക്ലിൻസ് ആണ്. സ്റ്റേബിൾ കോംപ്ലക്സ് DNA ആയിട്ടുണ്ടാക്കും, ഇന്റർഫിയർ വിത്ത് DNA ബൈൻഡിങ്, ഇൻഹിബിറ്റ് ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്. പിന്നെ സ്ട്രെയിൻസ് ഓഫ് സ്ട്രെപ്റ്റോമൈസിസ് സ്പീഷീസ്, അതിന്റെ ഹൈഡ്രോക്ലോറിക് സോൾട്ട് അതുമായിട്ടൊക്കെയാണ് പൊതുവെ നമ്മൾ ഡൗണോറുബിസിനോട് HCl കൂടെ കാണും. എന്നാൽ മാത്രമേ അതിന് സ്റ്റേബിൾ ആയിട്ടും IV ആയിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അക്യൂട്ട് ലുക്കീമിയ, മാലിഗ്നന്റ് ലിംഫോമയിൽ ഡൗണോറുബിസിൻ കൊടുക്കാം. നെക്സ്റ്റ് മൈറ്റോമൈസിൻ, ഒരു ആന്റി ക്യാൻസർ ഏജന്റ് ആണ്, which is developed from a group of antibiotic contain carbamate. മൈറ്റോമൈസിൻ എവിടെ നിന്നാണുള്ളത്? കാർബമേറ്റ് ഉണ്ട്, ക്വിനോളിൻ ഗ്രൂപ്പ് ഉണ്ട്, കാർബമേറ്റ്, ക്വിനോളിൻ ആൻഡ് അസിറിഡീൻ റിംഗ് ഉണ്ട്. ആക്ട് ആസ് an alkylating agent after activation in vivo and also nucleic acid synthesis suppress ചെയ്യുന്നു. given by IV. ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക്കിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് മൈറ്റോമൈസിൻ ആട്ടോ. ദെൻ ബ്ലാഡർ, സെർവിക്സ്, ഐ, ലിവറിലൊക്കെ നമ്മൾ കൊടുക്കുന്ന മൈറ്റോമൈസിൻ. നെക്സ്റ്റ് 6-platin, പ്ലാറ്റിനം കണ്ടെയ്നിങ് ഏജന്റ് ആണ് 6-platin. സ്ട്രക്ചർ നോക്കി നടക്കൊരു പ്ലാറ്റിനം ഉണ്ട്, 2 വശത്തെ ക്ലോറിൻ, 2 വശത്തെ NH3. പ്ലാറ്റിനം കണ്ടെയ്നിങ് ആക്ഷൻ സിമിലർ ടു നമ്മുടെ എന്താ പറയാ ആൽക്കൈലേറ്റിംഗ് ഏജൻസിന്റെ അതേ ക്ലാസ് ആണ്. യെല്ലോ പൗഡർ ആണ്, ഓറഞ്ച് യെല്ലോ ക്രിസ്റ്റൽ ആയിട്ടും അവൈലബിൾ ആണ്. decomposes with blackening at about 270 degrees Celsius, given by intravenously. Use the treatment of various tumors, bladder carcinoma, vesicular cancer and major component of combination chemotherapy. Okay, so adana anti neoplastic agent inde agathe varunathu. നെക്സ്റ്റ് ട്യൂബർക്കുലോസിന്റെ ആണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ കയ്യില് നോട്ടില്ല, ഞാനത് ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അത് 2 ടോപ്പിക്സ്, അത് കുറച്ച് വലുതാണ്, അതൊന്ന് ഷോർട്ടൻ ചെയ്യണം. ഞാൻ അത് 2 ഷോർട്ടൻ ചെയ്തിട്ട് പറ്റുമെങ്കിൽ വോയിസ് ഇടാം, അല്ലെങ്കിൽ നാളത്തേക്ക് ക്ലാസ് ആയിട്ട് എടുക്കാം. അത് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, കുറച്ച് അധികം ഉണ്ട് അത്. ഓക്കെ, സോ നാളത്തേക്ക് ഞാനത് ഒന്നെങ്കിൽ വോയിസ് ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ ഞാൻ ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു തരാം. ഓക്കെ, താങ്ക് യു. രണ്ട് ടോപ്പിക് ആണ് പെൻഡിങ് ഉള്ളത്, anti-TB ആൻഡ് ആന്റിബയോട്ടിക്സ്. ഇന്നത്തേക്ക് ഇത്രയോളം. നമുക്ക് MCQ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് MCQ കൂടെ വർക്ക്ഔട്ട് ചെയ്യാം, എന്നിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം.
First question. Benzodiazepine containing 3 fluorine atoms and 1 chlorine atom in its structure is. ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമുക്ക് ബെൻസോഡയസെപ്പീൻസിന്റെ സ്ട്രക്ചർ പഠിക്കണം. നമുക്കൊന്ന് ഗ്രൂപ്പിലേക്ക് ഞാൻ ഫോട്ടോ ഇട്ടുതരാം. ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മിക്കവാറും ഉള്ള എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിടും. ഇത് മൊത്തത്തിൽ പഠിക്കാനുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് എന്താ പറയാ, കുറെ കോംപ്രമൈസ് ചെയ്ത് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇപ്പം നൈട്രോ ഫ്യൂറാൻടോയിനുള്ള റിങ് ഏതാന്ന് ചോദിച്ചാൽ ഫ്യൂറാൻ റിങ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം അതേപോലെ ബേസിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം പ്രോപ്ലാവിനുള്ള റിങ് ഏതാന്ന് ചോദിച്ചാൽ അക്രിഡീൻ ആണെന്ന് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പം അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നോക്കട്ടെ, ഞാനും സ്ട്രക്ചറിൽ അത്ര എന്താ പറയാ സൂപ്പർ എക്സ്പേർട്ട് അല്ല. ഞാൻ ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ ബേസ്ഡ് മെഡിസിനൽ കെമിസ്ട്രി ഞാൻ കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയിൽ നിൽക്കുകയേ ഇല്ല. അറിയാമല്ലോ, നിങ്ങൾ മെഡിസിനൽ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. എക്സാം ഹാളിൽ എത്തുമ്പം എസ്പെഷ്യലി ഇത് ഒരു MCQ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇവൻ എന്താ പറയാ പുതിയൊരാളെ പോലെ തോന്നും. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പോലൊരു ഫീലിംഗ് നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പരമാവധി നിങ്ങൾ അവൻ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യാതെ അങ്ങ് വിടണം. അതിന് ആൻസർ ചെയ്തിട്ടേ വരുള്ളൂ എന്നുള്ള ഒരു പിടിവാശി വെക്കാനായിട്ട് പാടില്ല. കാരണം നെഗറ്റീവ് മാർക്ക്, എനിക്ക് കഴിഞ്ഞ ഒരു PSC എക്സാമിന് ഞാൻ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ സംഭവിച്ചു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കാര്യമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി. അപ്പൊ PSCയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചോദ്യങ്ങൾ അറിയാമായിരിക്കാം, ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ഏറ്റവും അനുയോജ്യമെന്നും ഇതാണ് കറക്റ്റ് എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ നമ്മൾ ബെൻസോഡയസെപ്പീൻസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ബെൻസോഡയസെപ്പീൻ കാറ്റഗറിയിൽ നമ്മൾ പഠിച്ചത് അല്ലെ. ഡയസപ്പാമിന്റെ ഒരു ഇത് നമ്മൾ പഠിച്ചു. 1,4 ബെൻസോഡയസെപ്പീൻ ഡെറിവേറ്റീവ് ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. സോ ഓരോ ഇതിന്റെയും സ്ട്രക്ചർ എടുത്ത് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ 3 ഫ്ലൂറിൻ ആറ്റവും 1 ക്ലോറിൻ ആറ്റവും വരുന്നത് ഹാലാസെപ്പാം എന്ന് പറയുന്ന ബെൻസോഡയസെപ്പീൻ ആണ്. ഓക്കെ, 3 ഫ്ലൂറിനും 1 ക്ലോറിനും വരുന്നത് ഹാലാസെപ്പാം എന്ന് പറയുന്ന ഒരു ബെൻസോഡയസെപ്പീൻ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ബെൻസോഡയസെപ്പീൻ എടുത്ത ബെൻസോഡയസെപ്പീൻ എത്ര ക്ലോറിൻ ഉണ്ട്? ഇറ്റ് കണ്ടെയ്ൻ 1 ക്ലോറിൻ. ഓക്കെ, 1 ക്ലോറിൻ മാത്രമേ ബെൻസോഡയസെപ്പീനും ഉള്ളൂ. എന്നാൽ നമ്മൾ ഹാലാസെപ്പാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലാസെപ്പാം ഹാവ് 3 fluorine and 1 chlorine. ഓക്കെ, 3 ഫ്ലൂറിനും 1 ക്ലോറിനും ഉള്ള ബെൻസോഡയസെപ്പീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാലാസെപ്പാം. നെക്സ്റ്റ് ഈസ് ആന്റിബയോട്ടിക് എരിത്രോമൈസിൻ ബിലോങ്ങിങ് ടു ദ ക്ലാസ്. അപ്പം എരിത്രോമൈസിൻ അമിനോഗ്ലൈക്കോസൈഡ് ആണോ, പെപ്റ്റൈഡ് ആണോ, സ്റ്റിറോയിഡ് ആണോ, മാക്രോലൈഡ് ആണോ? എരിത്രോമൈസിൻ മാക്രോലൈഡ് ആണ് കേട്ടോ. മാക്രോലൈഡ് സ്പീഷീസ് നമ്മൾ നാളെ എടുക്കുന്നല്ലേ ഉള്ളൂ ആ ചാപ്റ്റർ. ഞാൻ ഫാർമക്കോളജിയും ആന്റിബയോട്ടിക്കും, അതായത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ഫാർമക്കോളജിയും ക്ലബ് ചെയ്തിട്ടായിരിക്കും നാളെ ആന്റിബയോട്ടിക്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ അത് പെൻഡിങ് ആയിട്ട് കിടക്കും. Then commercially testosterone can be synthesized from ovagenin, mexogenin, sarasapogenin and halotensin. അറിയോ? ടെസ്റ്റോസ്റ്റിറോൺ കൊമേഴ്സ്യലി സിന്തസൈസ് ചെയ്യുന്നത് സരസപ്പോജനിൽ നിന്നാണ്. SARASAPOGENIN. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ് ഫ്ലൂറസൻസ് എന്നാണ് ചോദ്യം. ട്രയാംടറിൻ, ഫ്രൂസിമൈഡ്, സ്പൈറനോലാക്ടോൺ, ഹൈഡ്രോക്ലോർതൈസൈഡ്. ഇതിന്റെ അകത്ത് ഏതാണ് ഫ്ലൂറസൻസ് തരുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, സോ ട്രയാംടറിൻ ആണോ, ഏതാണ് നമുക്ക് ഫ്ലൂറസൻസ് തരുന്നത്? അറിയാമോ ഉത്തരം? ട്രയാംടറിനാണ് കേട്ടോ. ട്രയാംടറിനാണ് നമുക്ക്
ഫ്ലൂറസെൻസ് തരുന്നത്. ഓക്കെ, ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടി ഡോക്സോറോബിസിൻ, പാക്ലിറ്റാക്സിൽ, ബ്ലിയോമൈസിൽ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ ട്രയാംഡർ എന്ന് പറയുന്നത് വാട്ടർ പില്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് വാട്ടർ പില്ല് എന്നും കൂടെ അതിനെ അറിയപ്പെടാറുണ്ട്. അത് നമ്മുടെ യൂറിനെ എന്തായിട്ട് മാറും? ടേൺസ് ഗ്രീനിഷ് ബ്ലൂ. എഴുതി വെച്ചോ, ഗ്രീനിഷ് ബ്ലൂ ആയിട്ട് നമ്മുടെ യൂറിനെ മാറ്റും, ഫ്ലൂറസെൻസ് ഡെപ്പിക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ. എസെൻഷ്യൽ സ്ട്രക്ചറൽ യൂണിറ്റ് ഫോർ ദ ആന്റി ഹെൽമിന്തിക് ആക്ടിവിറ്റി ഓഫ് മെബെൻഡസോൾ. മെബെൻഡസോളിന്റെ ആക്ടിവിറ്റിക്ക് കാരണം ഏത് ഗ്രൂപ്പാണ്? ഇമിഡസോൾ ആണോ, ബെൻസ് ഇമിഡസോൾ ആണോ, ബെൻസോയിൽ ഗ്രൂപ്പ് ആണോ, മീഥൈൽ കാർബണേറ്റ് ആണോ? ഇറ്റ് ഈസ് ഇമിഡസോൾ. Okay, then alloperoid belongs to the class. ഹാലോപെരിഡോൾ അതൊക്കെ ഏത് ക്ലാസ്സാ വരുന്നത്? നമ്മൾ ഇന്ന് പഠിച്ച ഹാലോപെരിഡോൾ ഒക്കെ ഇന്ന് പഠിച്ച. ഹാലോപെരിഡോളിന്റെ ക്ലാസ് പറഞ്ഞേ, ഒരു ക്ലൂവും വേണ്ട. ഹാലോപെരിഡോളിന്റെ ക്ലാസ് പറഞ്ഞേ, ഓർമ്മ കിട്ടുന്നില്ലേ? ഹാലോപെരിഡോള് ബ്യൂട്ടൈറോ, ഇല്ല, ഓർമ്മയില്ല. ഹാലോപെരിഡോളിന്റെ ക്ലാസ് ഒന്ന് പറഞ്ഞേ നിങ്ങള്. നമ്മൾ ആദ്യം പഠിച്ച സാധനങ്ങളെല്ലാം ഒന്നും മറക്കാൻ സാധ്യതയില്ലല്ലോ. ഹാലോപെരിഡോൾ ഒക്കെ ആദ്യം പഠിച്ച. ഹാലോപെരിഡോൾ ബിലോങ് ടു ബ്യൂട്ടൈറോഫിനോൺ. ഓക്കെ, ബ്യൂട്ടൈറോഫിനോൺ ആണ് ഹാലോപെരിഡോൾ എന്ന് പറയുന്ന ഡ്രഗ്. The test used to detect the irritancy of a chemical. ഒരു കെമിക്കൽ ഇറിറ്റന്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് കോർണിയോമെട്രി, റോട്ട ടെസ്റ്റ്, ഡ്രയസ് ഐ ടെസ്റ്റ്, ഡൈ മീഥൈൽ ഗ്ലൈസോക്സൈം ടെസ്റ്റ്. ഓക്കെ, ഇറിറ്റൻസി ഉണ്ടോ എന്ന് അറിയാൻ ചെയ്യുന്നത് ഡ്രൈസ് ഐ ടെസ്റ്റ്. ഓക്കെ, DRAISEDEYE, ഡ്രൈസ് ഐ ടെസ്റ്റ്. ഓക്കെ, സിന്തസിസ് ഓഫ് ആസ്പിരിൻ. ആസ്പിരിൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ അസറ്റൈലേഷൻ ഓഫ് COOH ഗ്രൂപ്പ് ആണോ, മീഥൈലേഷൻ ഓഫ് OH ഗ്രൂപ്പ് ആണോ, മീഥൈലേഷൻ ഓഫ് COOH ഗ്രൂപ്പ് ആണോ, അസറ്റൈലേഷൻ ഓഫ് OH ഗ്രൂപ്പ് ആണോ? ഏതാ? സിന്തസിസ് ഓഫ് ആസ്പിരിൻ ഇൻവോൾവ്സ് acetylation of OH group. Okay. Next is side chain of propranolol is the structure. അപ്പം പ്രൊപ്പനലോൾ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ സൈഡ് ചെയിനിൽ എന്താണ് ഉള്ളത്? ഡൈബ്യൂട്ടൈൽ അമിനോ പ്രൊപ്പനലോൾ ആണോ? ഐസോപ്രോപ്പൈൽ അമിനോ പ്രൊപ്പനോൾ 2-ol ആണോ? ഡൈഇഥൈൽ അമിനോ പ്രൊപ്പൻ 2-ol ആണോ? ഡൈമീഥൈൽ അമിനോ പ്രൊപ്പൻ 2-ol ആണോ? പ്രൊപ്പനോളിന്റെ സൈഡ് ചെയിൻ ഉള്ളത് ഐസോപ്രോപ്പൈൽ അമിനോ പ്രൊപ്പൻ 2-ol ആണ് കേട്ടോ. Next is, which of the following group of drug have amphoteric character? Tetracycline, 4-phenolene and polyene. And last option is all of the above. ഈ പറയുന്ന എല്ലാ ഡ്രഗിനും ആംഫോട്ടറിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ടെട്രാസൈക്ലിനും പോളിയിനും 4-phenoliനും all of the above. ഓക്കെ, ഇനി പെൻസിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തയസോളിഡീൻ റിംഗ് എന്ന് പറയുന്നത് ബീറ്റാ ലാക്ടം റിംഗിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? പ്രൈമറി അമൈൻ ഗ്രൂപ്പിലാണോ, സെക്കൻഡറി അമൈൻ ഗ്രൂപ്പിലാണോ, ടെർഷ്യറി അമൈൻ ഗ്രൂപ്പിലാണോ? തയസോളിഡീൻ റിംഗ് ബീറ്റാ ലാക്ടം റിംഗിന്റെ സെക്കൻഡറി അമിനോ ഗ്രൂപ്പിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ട്രാൻഎക്സമിക് ആസിഡ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് കോവാഗുലന്റ്, ആന്റി കോവാഗുലന്റ്, ഹീമോസ്റ്റാറ്റിക് ആൻഡ് all of the above. But tranexamic acid എന്താ? Tranexamic acid ഹീമോസ്റ്റാറ്റിക്. അറിയോ? ഇല്ല, ആർക്കും ഒന്നും പറയാനില്ല. ട്രാൻഎക്സമിക് ആസിഡ് എന്താന്ന് പോലും ആർക്കും പറയും. ഹീമോസ്റ്റാറ്റിക് ആണ്. അറിയില്ല. ട്രാൻഎക്സമിക് ആസിഡ് എവിടെയാ ഉപയോഗിക്കുന്നത്? മെഫ്നാമിക് ആസിഡിന്റെ ഒക്കെ കൂടെ നമ്മൾ പൊതുവെ ട്രാൻഎക്സമിക് ആസിഡ് ഉള്ള കണ്ടന്റ് കൂട്ടി നമ്മൾ പീരിയഡ്സിന്റെ സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ട്രാൻഎക്സമിക് ആസിഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ആ ബ്ലീഡിങ്ങിനെ, മെൻസ്ട്രൽ ക്രാംസ് ഉള്ള ബ്ലീഡിങ്ങിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. Then thrombin is an enzyme and is used topically for its
homeostatic action, sorry, hemostatic action, aspirant action, rubificient action, all of the above. So thrombin നമ്മള് hemostatic action വേണ്ടിയാണ് topically apply ചെയ്തത്. High ceiling diuretic example പറഞ്ഞേ, chlorothiazide, hydrochlorothiazide, polythiazide, furosemide. High ceiling diuretic example ആണ് furosemide. Aldosterone antagonist ഏതാണ്? Spironolactone. Okay. താഴെ പറയുന്നിരിക്കുന്നതിനകത്ത് കോളിനോമിമെക്റ്റിക് ആൽക്കലോയിഡ് അല്ലാത്തത് ഏതാണ്? പൈലോകാർപ്പിൻ, മസ്കാരിൻ, അരിക്കോളിൻ, ബെത്താനിക്കോളും. ഏതാ കോളിനോമിമെക്റ്റിക് ആൽക്കലോയിഡ് അല്ലാതിരുന്നത്? ബെത്താനിക്കോൾ. ഓക്കെ. നിക്കോട്ടിനിക് ആസിഡ് ലോവർ സിറം പ്രോട്ടീൻ, സിറം കൊളസ്ട്രോൾ, സിറം ഗ്ലോബുലിൻ, യൂറിക് ആസിഡ് ലെവൽ. നിക്കോട്ടിനിക് ആസിഡ് എന്താ കുറയ്ക്കുക? സെറം കൊളസ്ട്രോൾ. ഓക്കെ. ഫെൻറ്റോലമൈൻ ഈസ് ഗിവൺ IV ആസ് ഇൻ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഫെൻറ്റോലമൈൻ. എന്താ? ഒരു ഇമിഡസോളിൻ ഡെറിവേറ്റീവ് ആണ് ഫെൻറ്റോലമൈൻ. ഓക്കെ. സോ ബാക്കി രണ്ട് ചാപ്റ്ററും MCQ നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.